ക്രിസ്ത്യൻ മാരേജിന് മോതിരവും സാരിയും വെക്കാൻ ഇത് ഉപയോഗിക്കാം. എല്ലാ ഫങ്ഷൻസിനും റിട്ടേൺ ഗിഫ്റ്റ് വെക്കാനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം 10 ഇഞ്ചുള്ള ഒരു മോൾഡ് എടുക്കുക. അതിൻ്റെ അകത്തോട്ട് ഒരു 8 ഇഞ്ചുള്ള മോൾഡ്, റൗണ്ട് മോൾഡ് വെക്കുക. ആദ്യത്തെ മോൾഡിൽ നമുക്കിഷ്ടമുള്ള ചാമുകൾ, പേൾ ബീഡും ഗോൾഡൻ ബീഡും ഇൻഫിനിറ്റി ബീഡും എല്ലാം മിക്സ് ചെയ്തത് റെസിൻ ഒഴിച്ച് സെറ്റ് ചെയ്യുക. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 10 റെസിൻ എടുത്താൽ 5 ഹാർഡ്നർ എടുക്കണം. ഇത് 2:1 റെസിനാണ്. 10 ഇഞ്ചുള്ള മോൾഡിൽ ഒഴിച്ച് സെറ്റായതിന് ശേഷം വേണം നടുക്കുള്ള ആ 8 ഇഞ്ച് മോൾഡ് മാറ്റിയിട്ട് നമ്മൾ റെസിനും ഹാർഡ്നറും മിക്സ് ചെയ്തത് ഒഴിക്കാൻ. സെറ്റായതിന് ശേഷം മോൾഡ് മാറ്റിയിട്ട് ഞാൻ സെക്കൻഡ് കോട്ട് ഒഴിച്ചു അതിന് ഹാൻഡിലും പിടിപ്പിച്ചു. ആ സെക്കൻഡ് കോട്ട് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഹാൻഡിൽ പിടിപ്പിക്കണം, ഒരു ഹാഫ് ക്യൂർ ആയതിനു ശേഷം. അല്ലെങ്കിൽ മെറ്റൽ സ്റ്റിക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഗ്ലൂ ഉപയോഗിക്കാം. B7000 നല്ല ഗ്ലൂ ആണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫൈനൽ കോട്ടിംഗ് ഒഴിക്കാം. ഇതിൻ്റെ ലാസ്റ്റ് കോട്ടിംഗ് ചെയ്യണം. 103 ഇതിൻ്റെ അകത്ത് ഹാർഡ്നർ. ഇതിൻ്റെ നേരെ ഇരട്ടി വേണം റെസിൻ എടുക്കാൻ. 1 റെസിനാണ് 206 വേണം. ഈ പ്രസൻറ്റേഷൻ ട്രേക്ക് 2 ഹൈറ്റ് വേണമെങ്കിൽ മാത്രം 2 മോൾഡ് വെച്ചിട്ട് ചെയ്താൽ മതി. സെയിം ഹൈറ്റ് മതിയെങ്കിൽ ഒറ്റ മോൾഡിൽ നമുക്ക് ഇഷ്ടമുള്ള ഗോൾഡനും പേളും ബീഡ്സുകൾ ഇപ്പം ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ക്യൂർ ആയതിനു ശേഷം സെക്കൻഡ് ഡേയിലുള്ള വീഡിയോ ആണിത്. ഇത് ഒരു ദിവസവും കൂടി ക്യൂർ ആകണം, അല്ലെങ്കിൽ ഹാൻഡിൽ നമ്മൾ എടുക്കുമ്പോൾ വിട്ടുപോരും. ഇത് സാൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഫൈനൽ കോട്ട് ഒഴിക്കാവുന്നതാണ്. സാൻഡിങ് പേപ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാൻഡിങ് മെഷീൻ ഉപയോഗിക്കാം. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് ഉപയോഗിക്കാവുന്നതാണ്.